going to discuss the exercise questions in the page number 221. This is for the first question. Okay, here what they discuss, a piece of wire. ഒരു വയറുണ്ട്, resistance ഉള്ളൊരു വയറാണ്. is cut into 5 equal parts, which means ഈ resistance ഉള്ള ഒരു ലെങ്ത് ഉള്ള വയറ് 5 കഷ്ണങ്ങളായിട്ട് മുറിച്ചു. Okay, so like this, first part, second part, third part, fourth part and fifth part. So ഒരു resistance ഉള്ള വയറിനെ 5 കഷ്ണങ്ങളായിട്ട് മുറിച്ചു. So each part have a resistance of R by 5. First part have a resistance of R by 5, second part have a resistance of another R by 5, third part R by 5, fourth part R by 5 and the fifth part R by 5. Then അപ്പോൾ 5 കഷ്ണങ്ങളെ പിന്നെ പാരലലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ എന്തായി മാറി ക്വസ്റ്റ്യൻ? R/5 ലെങ്ത് ഉള്ള 5 റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്തു. സോ ദ നെറ്റ് റെസിസ്റ്റൻസ് അപ്പം കിട്ടുന്ന റെസിസ്റ്റൻസ് ഈസ് വാട്ട്? R ഡാഷ്. ഓക്കെ, പാരലായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ് R ഡാഷ്. ദേ ആസ്ക്ഡ് us to find out ഫസ്റ്റ് R റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം R ഡാഷ് റെസിസ്റ്റൻസ്. ദേ ആസ്ക്ഡ് us to find out the ratio R by R dash. Okay, so we can start like this. Question ഇത്രയേ ഉള്ളൂ. R/5 റെസിസ്റ്റൻസ് ഉള്ള R/5 റെസിസ്റ്റൻസ് ഉള്ള 5 റെസിസ്റ്റൻസ്, ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R/5, അതുപോലെയുള്ള 5 റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, so in order to get the net resistance, we have equation 1/R is equal to 1/R1 plus 1/R2 plus 1/R3 plus 1/R4 plus 1/R5, since 5 resistance. ഇനി ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, അതായത് R1ൻ്റെയും R2ൻ്റെയും R3യുടെയും R4ൻ്റെയും ഒക്കെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട്? R/5 അല്ലേ? So in the place of R1, R2, R3, R4, R5, we are substituting R/5. 1/R/5, 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 1/R/5. ഈ 5 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ ഓഫ് എ ഡിനോമിനേറ്റർ ആണ്. സോ ഇറ്റ് വിൽ കം ഇൻ ദ ന്യൂമറേറ്റർ. അപ്പോൾ ഈ ഇക്വേഷൻ ചേഞ്ച് ടു 5/R, 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 5/R. Now the denominator is common here, so it is R. അപ്പോൾ R ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ന്യൂമറേറ്റർ വിൽ ബി 5 plus 5 plus 5 plus 5 plus 5 which is 25/R. സോ ഇവിടെ എന്ത് കിടക്കുന്നത്? 1/R dash. 1/R dash is equal to 25/R. അവർ ചോദിച്ചിരിക്കുന്ന R/R dash ആണ്. സോ ഈ R ഇങ്ങോട്ട് പോയാൽ എന്തുണ്ടാവുക? R/R dash. സോ ഈ R ഇങ്ങനെ ഇപ്പുറത്തേക്ക് മുകളിലേക്കോ അല്ലേ? സോ R/R dash we will get 20. Now we are going to discuss the second and third question. Second question is, which of the term does not depends on power? പവറിന് 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? I²R, V into I, V square by R. So which is not the equation of power here? Answer is IR square. IR square എന്ന് പറയുന്ന പവറിൻ്റെ ഒരു ഇക്വേഷൻ ആണ്. So answer is IR square. Okay. Now the next question is like this. Electric bulb rated 220 volt, 100 watt. So they given വാട്ടിൽ തന്നത് എന്തായിരിക്കും? പവർ അല്ലേ? Power and the voltage they given. Electric bulb rated 220 volt, power 100 watt. So 220 വോൾട്ടും പവറും തന്നു, വോൾട്ടേജും പവറും തന്നുണ്ട്. So according to the equation of power we have V²/R. അപ്പോൾ R എന്താവും? R will be, R ഇങ്ങോട്ട് പോയി പവർ ഇങ്ങോട്ട് വന്നാൽ R is equal to V²/P. So substitute V and P. V is 220 and P is 100. So if you are substituting this value, we will get resistance as 484 ohm. Okay. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി. ഏതൊക്കെ വാല്യൂ വെച്ചിട്ട്? 220 വോൾട്ടും 100 വാട്ടും വെച്ചിട്ട് റെസിസ്റ്റൻസ് കിട്ടി. Then they are asking when it is operated at 110 volt. ഇനി വോൾട്ടേജ് ചേഞ്ച് ചെയ്യാണ്. വോൾട്ടേജ് 220 110 ആക്കിയപ്പോൾ what will be the power? So we can use the same equation once again.
അപ്പോൾ ഇപ്പോഴത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 110. റെസിസ്റ്റൻസ് ഓൾറെഡി വി ഗോട്ട് വിച്ച് ഇസ് 484 ohm. Now we want to get power. Power is equal to V square by R. V is 110 and R is 484. 110 whole square by 484 will give you 25 volt. Now we are going to discuss the fourth and fifth question. So fourth question is like this. Two conducting wires. So two wires, the same material having equal length and diameter. Okay. So two wire, രണ്ട് വയർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ട് വയർ കൺഫ്യൂഷൻ വരെ നിങ്ങൾക്ക് വയർ എന്താ പിന്നെ റെസിസ്റ്റൻസ്. അപ്പോൾ എല്ലാ വയറിനും എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് വയർ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. സോ രണ്ട് റെസിസ്റ്റൻസ് ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, പിന്നെ പാരലലായിട്ട് കണക്ട് ചെയ്തു. ഓരോ റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് R ആണ്. ഓക്കെ. സോ ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R പ്ലസ് R വിച്ച് ഈസ് 2R. ഇവിടെ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് 1/R ഇസ് ഈക്വൽ ടു 1/R പ്ലസ് 1/R അല്ലേ? 1/R1 പ്ലസ് 1/R2. R1ഉം R2ൻ്റെയും വാല്യൂ R തന്നെയാണ്. സോ 1/R പ്ലസ് 1/R വിച്ച് ഇസ് 2/R. അത് 1/R ആണ് 2/R. സോ R വിൽ ബി R/2. ഓക്കെ. സോ അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2R ആണ്. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/2 ആണ്. ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് ഹീറ്റ്. ദേ ആസ്ക്ഡ് us to find out the ratio of heat. So we are connecting the parallel. ഇവിടെ പവർ. ഓക്കെ. ഹീറ്റ് എന്ന് പറയുന്ന റേഷ്യോ, ഹീറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നതും പവറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നതും ഒന്നാണ്. പവറിൻ്റെ ഇക്വേഷൻ എന്താ ഇവിടെ വരിക? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം V square by R ആണ്. ഇൻ ദ പ്ലേസ് ഓഫ് ദിസ് R വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 2R അല്ലേ? സോ നെറ്റ് റെസിസ്റ്റൻസ് വിൽ ബി V square by 2R. ഇനി പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള പവർ എന്ന് പറയുന്നത് V square by എത്രയാണ്? V square by R ന് പകരം ദിസ് R/2. So V square by R/2. V square by R/2 എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്റർ ഓഫ് ഡിനോമിനേറ്റർ ദിസ് 2. So 2 comes to the numerator 2V square by R. So സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തെ പവർ V square by 2R. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തെ പവർ 2V square by R. സോ ഈ PS എന്ന് പറയുന്നത് V square by 2R, PR എന്ന് പറയുന്നത് 2V square by. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? PS by PR. ഇതും കൂടി ഡിവൈഡ് ചെയ്യാം. സോ PS by PR. PSന് പകരം എന്ത് കൊടുക്കാം? V square by 2R ഡിവൈഡഡ് ബൈ 2V square by. ഡിവിഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താ? റെസിപ്രോക്കൽ എടുത്തിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. സോ V square by 2R ഡിവിഷൻ എന്ന് പറയുന്നത് ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ 2V square by R ൻ്റെ റെസിപ്രോക്കൽ R/2V square. V square R ക്യാൻസൽ ചെയ്താൽ the remaining term here will be 1/2 into 1/2 which is 1/4. I think it's clear. അപ്പോൾ ആദ്യം റെസിസ്റ്റൻസ് കണ്ടു, ഇതിൻ്റെ നെറ്റ് റെസിസ്റ്റൻസ് കണ്ടു, പവർ കണ്ടു. ഇതിൻ്റെ നെറ്റ് റെസിസ്റ്റൻസ് കണ്ടു, പവർ കണ്ടു, റേഷ്യോ കണ്ടു. ഇനി the fifth question is how is voltmeter connected in a circuit? Voltmeter always connected parallelly. Okay, so I'm going to give you one additional information. Ammeter always connected seriously. Voltmeter from parallel. Dears, now we are going to discuss the sixth question. Sixth question is like this. A copper wire of diameter 0.5 millimeter. So diameter is given which is 0.5 millimeter. Resistivity given 1.6 into 10 raised to minus 8. We have to find out length. Length of the wire we need to find out. Resistance also given which is 10. അപ്പോൾ ഡയാമീറ്ററിന് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം. ആദ്യം മില്ലിമീറ്ററിലാണ് ഡയാമീറ്റർ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം മീറ്റർ ആക്കണം, എന്നിട്ട് വേണം റേഡിയസ് ആക്കാൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് റേഡിയസ് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 2. ഓക്കെ. സോ റേഡിയസ് എന്തായി മാറി? 0.5 millimeter എന്ന് പറയുന്നത് റേഡിയസ് ആക്കുമ്പോൾ 0.00025 മീറ്റർ വരും.
അപ്പോൾ റേഡിയസ് കിട്ടി, റോ അറിയാം, ആർ അറിയാം. അതിന് മുന്നേ നമുക്ക് റേഡിയസ് കിട്ടിയ ഏരിയ കാണാൻ പൈ ആർ സ്ക്വയർ. സോ പൈ 3.14 ആർ സ്ക്വയർ എന്ന് പറയുന്നത് 0.00025 ഹോൾ സ്ക്വയർ. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ ബിഗ് വാല്യൂ ലൈക്ക് വാട്ട് വി ഡിഡ് ഇൻ ദ ലാസ്റ്റ് example. 1 2 3 4 5 6 zeros, and after you will get 196.25. Okay, so area കിട്ടി, റോയും ആറും ഡിയും ഏരിയ നമ്മുടെ അടുത്തുണ്ട്. So we can find out length using this formula. R is equal to rho L by A. The length എന്ന് പറയുന്നത് RA by rho. Rho R which is 10, A which is this big value, and rho they given 1.6 into 10 raised to minus 6. See, what's the calculation what we are going on? 10 raised to minus 8 when comes to numerator it becomes 10 raised to 8. Okay, 10 raised to 8 അവിടെ നിർത്തിയിട്ട് we are just making 10 into this big value divided by 1.6. We will get 0.0000000122 into 10 raised to 8. So it will give approximately 122. So length kitti 122 meter. Okay, length is given. The length we got which is 122 meter. The same question, the same example, the similar example we did already. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് how much resistance change if diameter is double. നമുക്ക് മനസ്സിലാക്കുന്നത് ഡയാമീറ്റർ ഡബിൾ ആയാൽ റെസിസ്റ്റൻസും ഡബിൾ ആവും. സോ ഡയാമീറ്റർ 2D ആയാൽ റെസിസ്റ്റൻസും ഇരട്ടിയാവും. സോ ഫസ്റ്റ് ഏരിയ നമ്മൾ പൈ ആർ സ്ക്വയർ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഏരിയ അതായത് ഡയാമീറ്റർ ഡബിൾ ആക്കുന്നതിന് മുന്നത്തെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. ഡയാമീറ്റർ ഡബിൾ ആക്കിയതിന് ശേഷം ഏരിയയ്ക്ക് എന്ത് മാറ്റം വന്നു? ഇൻസ്റ്റെഡ് ഓഫ് ആർ we need to substitute 2r, അല്ലേ? സോ ആദ്യത്തെ ഏരിയ പൈ ആർ സ്ക്വയറും രണ്ടാമത്തെ ഏരിയ പൈ ഇൻറ്റു 2r സ്ക്വയർ, ബിക്കോസ് we already given the question diameter is double. So diameter double, resistance also double. Okay, so we will get two areas. If we are finding out the ratio of this two, a1 by a2, it will be pi r square by a1 pi r square, a2 instead of a2 we substitute pi into 2r square. So we will get pi r square by pi 4 pi r square. R square and r square pi cancel. 1 by 4. The ratio of area is 1 by 4. അവർ കാണാൻ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് A1 by A2 എന്ന് പറയുന്നത് ശരിക്കും R2 by R1 തുല്യമാണ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ. R1 എന്ന് പറയുന്നത് റോ L by A1, R2 എന്ന് പറയുന്നത് റോ L by A2. If you are finding the ratio R2, second equation divided by first equation ചെയ്യുകയാണെങ്കിൽ we will get റോ L by A2 into എങ്ങനെ ചെയ്യാം? ഇത് ഡിവൈഡഡ് ബൈ ഇത്. സോ റോ L by A2 into ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. സോ റോ L by A2 into A1 by റോ. റോയൽ ആൻഡ് റോയൽ ക്യാൻസൽ. R2 by R1 എന്ന് പറയുന്നതും A1 by A2 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതായത് A1 by A2 റേഷ്യോ 1 by 4 ആണെങ്കിൽ R2 by R1ൻ്റെ റേഷ്യോ എന്തായി മാറി? 1 by 4 ആയിട്ട്. Now we are going to discuss the seventh question. Here in this question they given so many values for V and I. Okay, so I, V like this. They asked us to find out R. അപ്പോൾ ഇങ്ങനെ വിയും ഐയും കുറേ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആർ കാണാൻ first we need to draw a graph like this. ഗ്രാഫ് വരച്ചിട്ട് we have to find out, we have to draw in the y axis and current in the x axis. Okay, in some other book you will see some other method. So ഒരു മെത്തേഡ് ഫോളോ ചെയ്യും. y axisൽ വിയും x axisൽ ഐയും. So if you are plotting the graph we will get a straight line. Okay, straight ലൈനിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. Okay, like a triangle. After getting the straight line, draw a triangle like this, ABC. So the resistance will be AB by BC. The length AB divided by length BC. AB കിട്ടാൻ എന്താ ചെയ്യുക? B minus A. B എന്നുള്ള പോയിന്റ് 3.4 ആണ്.
A എന്നുള്ള പോയിന്റ് 13.2 ആണ്. സോ if you want to find out AB, just find out the difference between these two values. BC കിട്ടാൻ B എന്നുള്ള പോയിന്റ് 4 ആണ്, C എന്നുള്ള പോയിന്റ് 1 ആണ്. So BC is equal to 4 minus 1. After the calculation, we will get the resistance as 3.26 ohm. Okay. So dears, we are going to discuss the 10th question. 8th and 9th already we discussed in the class. Okay. 10th question പറയുന്നത് എങ്ങനെയാണ്? How many 176 ohm resistors are required? So 176 ohm കുറച്ചെണ്ണം ഇങ്ങനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എത്ര എണ്ണം എന്നറിയില്ല. 176 ohm ചിലപ്പോൾ 2 എണ്ണാവാം, 3 എണ്ണാവാം, 4 എണ്ണാവാം. അപ്പം എത്ര എണ്ണം കണക്ട് ചെയ്താലാണ് 220 വോൾട്ടും 5 ആംപെയറും കിട്ടുക? ഓക്കെ. അപ്പം എത്ര എണ്ണം കണക്ട് ചെയ്യണം? അതാണ് നമ്മുടെ ഇക്വേഷൻ. 176 ohm എത്ര എണ്ണം കണക്ട് പാരലലായിട്ട് കണക്ട് ചെയ്താലാണ് ഇത്ര വോൾട്ടേജും കറണ്ടും കിട്ടുക? അപ്പോൾ നമുക്കറിയാം പാരലൽ കണക്ഷൻ ആണ് അല്ലേ. സോ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ 1/R is equal to ആദ്യത്തെ 1/176 1/176 ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 176 ആണ്. അപ്പം എത്ര എണ്ണം എന്നറിയില്ല. സോ നമ്മൾ അസ്യൂം ചെയ്യാണ് n എണ്ണം കണക്ട് ചെയ്യും. ഈ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 1/R is equal to 1/176 plus 1/76 up to n. എത്ര എണ്ണം എന്നറിയില്ല. 2 എണ്ണം ഉണ്ടെങ്കിൽ 2 എണ്ണം എഴുതിയാൽ മതിയായിരുന്നു. ഇത് എത്ര എണ്ണം എന്നറിയില്ല. സോ അപ് ടു n. ഇനി ഇവിടെ എന്ത് കിട്ടും? n/176. 1/R ആണ് n/176. സോ R എന്ന് പറയുന്നത് റെസിപ്രോക്കൽ കിട്ടും 176/. ദിസ് ഈസ് വാട്ട് ദി ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അവർ വോൾട്ടേജും കറണ്ട് തന്നിട്ടുണ്ട്. ഇൻ ദാറ്റ് മെത്തേഡ് ഓൾസോ വി ക്യാൻ ഫൈൻഡ് റെസിസ്റ്റൻസ്. അല്ലേ, റെസിസ്റ്റൻസ് ഈക്വൽ ടു V/I 220 divided by 5. സോ റെസിസ്റ്റൻസിന് വേറെ വാല്യൂ കിട്ടി 44. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് എന്താ? റെസിസ്റ്റൻസ് 176/n ആണ്. സെക്കൻഡ് ഇക്വേഷൻ പറയുന്നത് എന്താ? റെസിസ്റ്റൻസ് 44 ആണ്. സോ വി ക്യാൻ ഇക്വേറ്റ് ദിസ് ടു. അല്ലേ, LHS ഈക്വൽ ആണ്, R തന്നെയാണ്. So we can equate RHS. 176/n will be equal to 44. So n will be എന്താ 176 divided by 44 which is 4. അതായത് 4 ഇതുപോലെ 4 176 ഓമുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് 220 കറണ്ട് 5 ആംപിയറും കിട്ടും. ഓക്കെ.